ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മയൂരിയെ വിളിച്ച് കൈലാസ് ഭീഷണിപ്പെടുത്തിയിരിക്കുക. തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാൽ നിന്നെ ഞാൻ വെച്ചേക്കുമല്ലെന്നും പറഞ്ഞു. അപ്പം മകളുടെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ തളർന്നു കിടക്കുകയാണെങ്കിലും ആ അമ്മ ശ്രദ്ധിച്ചു. എന്നിട്ട് അമ്മ ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ സ്വപ്നവല്ലിയും മകളും കൂടെ സംസാരിക്കുകയാണ്. അവളിവിടെ വരുമ്പോൾ പുതിയ തന്ത്രം ഇറക്കും എന്നുള്ള കാര്യവും പറഞ്ഞു. ഇപ്പം എന്തായി, സകല കൊള്ളരുതായ്മകളും കാണിച്ചവരുടെ കൂടെ നിൽക്കാൻ ആളില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകൾ അമ്മയോട് ചോദിക്കുക. അപ്പം കൈലാസ് അതിന് അവൾ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്ത് വിനോദളിയനും അല്ലെങ്കിൽ മഹേഷ് അളിയനും അറിയാമോ? അളിയന്മാരുടെ കണ്ണിൽ ആരോ ഇഷിതയെ കള്ളക്കേസിൽ കുടിക്കിയെന്നല്ലേ അറിയത്തുള്ളൂ എന്ന് കൈലാസ് പറയുമ്പോൾ അവൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇന്നത്തോടെ അവളോട് ഇവിടുത്തെ പൊറുതി സ്വപ്നവല്ലി തീർത്തു കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ സ്വപ്നവല്ലി ഇനിയെങ്കിലും അമ്മ മഹേഷിനോട് പറയണമെന്ന് മകള് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു പെണ്ണിനെ എങ്ങനെയാണ് കുടുംബത്തിൽ വാഴിക്കുന്നത്? അവൻ്റെ ആദ്യത്തെ പെണ്ണും കൂടെ നടന്നവൻ്റെ കൂടെ പോയി. രണ്ടാമത് കൊണ്ടുവന്നത് കൂടെപ്പറപ്പിൻ്റെ ഭർത്താവിനെ വശീകരിച്ച് കൂടെ പോകാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മകള് തട്ടി വിടുക. കൈലാസേട്ടൻ്റെ സ്ഥാനത്ത് ഏതൊരു പുരുഷനാണെങ്കിലും അവളുടെ വലയിൽ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ പോരെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് അവൾക്ക് ആള് തെറ്റിയടി, സഹായിക്കാനാണെന്നും പറഞ്ഞ് അവൾ കാശ് തന്നത് ഇതിലേക്കാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞോ എന്നൊക്കെ കൈലാസ് ഇങ്ങനെ പറയുക. ഇനി നോക്കിയിട്ടൊന്നും കാര്യമില്ല, മഹേഷ് കാര്യങ്ങളൊക്കെ അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മഹേഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. മഹേഷ് കയറി വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ മഹേഷിനെ തന്നെ നോക്കുക. കൂടത്തിൽ നമ്മുടെ ഇഷിതയും ഉണ്ടായിരുന്നു. ഇഷിത ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ കയറി വരുക കേട്ടോ. ഇഷിതയെ കണ്ടപ്പോൾ സ്വപ്നവല്ലിക്ക് അതിനേക്കാളും വലിയ കലിപ്പ്. ഇഷിത ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. ആരുടെയും മുഖത്ത് നോക്കാതെ ഇഷിത അങ്ങോട്ടേക്ക് കയറുമ്പോഴേക്കും നിൽക്കടി അവിടെ, അഴിഞ്ഞാട്ടക്കാരികൾക്ക് കയറി വരാനുള്ള ഒരു വീടല്ല എൻ്റേതെന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയോട് സ്വപ്നവല്ലി പറയാം. കൈലാസ് അവിടെ നിന്ന് ചിരിക്കുക. മഹേഷേ, ഇനി നിനക്ക് ഇങ്ങനൊരു ഭാര്യ ഇല്ല എന്ന് സ്വപ്നവല്ലി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അപ്പോഴും കൈലാസ് നിന്ന് ചിരിക്കുന്നു. മറന്നേക്കു നീ അവളെ എന്നൊക്കെ സ്വപ്നവല്ലി പറയുക കേട്ടോ. ഇഷിതയൊന്നും മിണ്ടുന്നില്ല. ഇവളെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അമ്മ. അപ്പോഴേക്കും മോളേന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു കേട്ടോ നമ്മുടെ പ്രിയ. മോളെ അപ്പോൾ കരച്ചിൽ നിർത്തി അമ്മ അല്പനേരം ഒന്നും മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞു നമ്മുടെ ഇഷിത. അപ്പോൾ എന്ത് കാഴ്ച കാണാനാ ഇവിടെ നിൽക്കുന്നതെന്ന് സ്വപ്നവല്ലി മോളെയും കൂട്ടി പോയിക്കോളാനും പ്രിയാമണിയോട് പറയുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകാനോ? ആരെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് മഹേഷ് ചോദിച്ചു. ഇവളങ്ങനെ വലിഞ്ഞു കയറി വന്ന പെണ്ണൊന്നും അല്ല, എൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം മഹേഷ് പറയുമ്പോൾ അമ്മ ഇങ്ങനെ മോനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ താലി കെട്ടിക്കൊണ്ട് വന്ന എൻ്റെ പെണ്ണാണെന്ന് മഹേഷ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. എന്നും പറഞ്ഞ് സ്വപ്നയിൽ നിൽക്കുന്നു. അവളോട് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അധികാരം അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മ പറയേണ്ടത് ഞങ്ങൾ രണ്ടുപേരോടും ഇവിടെ നിന്ന് കടന്നു പോകാനാണെന്നുള്ള കാര്യം മഹേഷ് പറയുക. അപ്പോഴേക്കും പെങ്ങൾക്ക് കലിപ്പ് കയറി. പെങ്ങൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് ഈ നിൽക്കുന്നത് എൻ്റെ നേർപാതിയാണെന്ന് മഹേഷ് അങ്ങ് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞ കൈലാസ് ഇങ്ങനെ പുച്ഛവും പരിഹാസമായിട്ട് നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷമായി. ഇവളെ വിട്ട് എനിക്കൊരു ജീവിതം ഇല്ല എന്നും ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും മരണം വരെ ഇവൾ എൻ്റെ കൂടെ തന്നെ കാണുമെന്നുള്ള കാര്യങ്ങളും പറയുവാണ് മഹേഷ്. ഇവൾ ആരാണെന്ന് ഇനിയും നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അമ്മ അന്നേരം മോനോട് പറഞ്ഞു. ഇവളുടെ ശരിക്കുള്ള മുഖം കണ്ടാലേ നീ ഇവളെ ആട്ടി പായിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതിൽ പറയുക. പിന്നെ ഇനി 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 ഇവളെനിക്ക് മരുമകളല്ലെന്നും സ്വപ്നവല്ലി പറഞ്ഞു വെച്ചപ്പോൾ ഒരമ്മയ്ക്ക് മകളെന്നോ മരുമകളെന്നോ ഒരു വേർതിരിവുണ്ടാവില്ല എന്നും പിന്നെ അവർക്ക് പ്രസവിച്ചതും വന്നു കയറിയതും മകള് തന്നെ ആയിരിക്കുമെന്നും ഇഷിത സ്വപ്നവല്ലിയോട് പറയുക. നിങ്ങൾ എൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോൾ ബാക്കി വിരലുകൾ ചൂണ്ടിയത് മകളുടെ നേരെയാണെന്നുള്ള കാര്യം ഇഷിത അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഇവര്. നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ മാനത്തിന് കെഞ്ചിയപ്പോൾ മകൾക്കൊപ്പം തന്ന അമ്മയാണ് നിങ്ങളെന്നുള്ള കാര്യവും നമ്മുടെ ഇഷിത അങ്ങ് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് പറയാമെന്ന് മഹേഷിനോട് ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഇഷിത അന്നേരം പറഞ്ഞു. അതിനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്കിനി അത് പറയാതിരിക്കാനാവില്ല എന്ന് നമ്മുടെ ഇഷിത അങ്ങ് പറയുക. തള്ളയൊക്കെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിലെ സ്ത്രീത്വത്തെയാണ് നിങ്ങളുടെ വീട്ടിലെ ആളുകൾ ചുട്ടരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ഇഷിത അങ്ങ് പറയുക. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. മഹേഷിനൊന്നും മനസ്സിലാകുന്നില്ല. മഹേഷ് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഡൽഹിയിൽ നിന്ന് രാത്രി മഹേഷ് എന്നെ വിളിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചില്ലേ? ഞാൻ പറയാതെ അത് മനസ്സിലാക്കി മഹേഷ് രാവിലെ വിനോദിനെ അയച്ചു എന്നുള്ള കാര്യം ഇഷിത പറഞ്ഞു. അന്നത്തെ രാത്രിയിൽ പിറ്റേന്നത്തെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് മഹേഷ് അറിയണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷിത കാര്യങ്ങളെല്ലാം പറയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ഇഷിത സകല സത്യങ്ങളും അവിടെ വെളിപ്പെടുത്തി.
അപ്പോഴേക്കും അമ്മയും മോളും അത് വിശ്വസിക്കുന്നില്ല, നുണയാണെന്ന് പറഞ്ഞ് നിൽക്കുക അവര്. ഈ സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി നിന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ എൻ്റെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി ഭയങ്കര കരച്ചില്. അപ്പൊ കള്ളമാണ് ഇവള് പറയുന്നത്, സത്യം എന്താണെന്ന് മഞ്ജുമയ്ക്കും അമ്മയ്ക്കും അറിയാമെന്നും പറഞ്ഞുകൊണ്ടായി നമ്മുടെ കൈലാസ് പറയുമ്പോൾ എടാന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കുത്തിന് കയറി പിടിച്ചില്ല. എടാ നീ എൻ്റെ പെണ്ണിനെന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് എന്ന് അവനെ അവിടെ ചവിട്ടി കൂട്ടുമ്പോൾ അമ്മയും പെങ്ങളും നീ ഇവളെ വിശ്വസിക്കരുത്, നീ അവളെ വിടുന്നും പറഞ്ഞുകൊണ്ട് മഞ്ജരി ആ സമയത്ത് കൊല്ലും ഞാൻ ഇവനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അവനെ ശരിക്കും അവിടെ ഇട്ട് ശരിപ്പെടുത്താൻ നോക്കുക. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ ദേഹത്ത് കൈവയ്ക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാന്ന് ചോദിച്ചുകൊണ്ട് പ്രിയാമണിയും ചെന്നു. നീയൊക്കെ ഒരു മനുഷ്യജന്മാണോടാന്നും ചോദിച്ചു. നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് അടിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയാമണി കൈ വാങ്ങിയപ്പം വേണ്ടമ്മേ വേണ്ടാന്നും പറഞ്ഞ് നമ്മുടെ ഇഷിതത്ത് തടഞ്ഞു. അപ്പം നിന്നെ ഞാൻ വിടില്ലടാ, ഇനി നിന്റെ കൈ ഒരു പെണ്ണിന് നേരെ ഉയരില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അവനെ കയറി അങ്ങ് അടിച്ച് തകർക്കുക. ആ സമയത്ത് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കുടുംബ മഹിമ എന്ന് സ്വപ്നവല്ലിയോട് പ്രിയാമണി പറഞ്ഞു. ഇതൊന്നും അറിയാത്തതാണോ എൻ്റെ മോളെ പറ്റി നിങ്ങൾ അപവാദം പറഞ്ഞു പിടിപ്പിച്ചതെന്നൊക്കെ പ്രിയാമണി സ്വപ്നവല്ലിയോട് ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ മാനം കാക്കണം അല്ലേ, നിങ്ങളൊരു അമ്മയാണോ എന്ന് പ്രിയാമണി സ്വപ്നവല്ലിയോട് ചോദിക്കുക. അപ്പോൾ കൈലാസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ സ്വപ്നവല്ലിയും മഞ്ജരിയും നിൽക്കുക. അപ്പോൾ നിന്നെ ഇവിടെ ഇട്ട് ഞാൻ കൊന്ന് കളയണ്ടെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നിന്റെ പെണ്ണ് ഞങ്ങളുടെ റൂമിൽ വന്നു കൂടി നീ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു മഞ്ജരി. അവൾ രണ്ടാമത് പറഞ്ഞത് കല്ല് വെച്ച നുണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജരി ഇങ്ങനെ പറയുക കേട്ടോ. ദേ ഇവളെ പോലീസ് പിടിച്ചതാണ് സത്യമെന്നും പിന്നെ ഇവിടെ നടന്നെന്ന് പറഞ്ഞതൊക്കെ ഇവൾ ഉണ്ടാക്കി പറഞ്ഞതാണെന്നൊക്കെ മഞ്ജരി പറയുക. അപ്പോൾ നീ ഒരു മൊണ്ടനാണെന്ന് പറഞ്ഞപ്പം വിളിച്ചോണ്ട് പോടി നിന്റെ മറ്റവനെ, രണ്ടും കൂടി കടന്നു പോവാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും പോയേക്കാം, പക്ഷെ പോകുന്നതിന് മുൻപ് കൈലാസ് നിരപരാധിയാണെന്ന് തെളിച്ചിട്ടേ പോകൂ. ഇനി എന്താണ് നീ തെളിയിക്കാൻ പോകുന്നത്, ഇറങ്ങി പോടാന്നും പറഞ്ഞുകൊണ്ട് മഹേഷ്. അപ്പം അളിയൻ്റെ ഭാര്യ പതിവ്രതയാണെന്ന് അളിയനെ തെളിയിച്ചിട്ട് ഞങ്ങളങ്ങ് പോയിക്കോളാം, അതുവരെ ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൈലാസ് പറയാം നീ പോയി എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അതായത് ആ മെസ്സേജും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഹായ് കൈലാസേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇവളെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുക നമ്മുടെ ഇഷിതയെയും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇഷിത ഞെട്ടി. അപ്പോൾ എന്താണ് ഇവൾ അയച്ചത്, നീ വായിക്കടാ എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് സ്വപ്നവല്ലി. അപ്പോൾ അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് വായിക്കാൻ അമ്മയുടെ മോന് കഴിയില്ല, മാന്യമായിട്ടുള്ള രീതിയിൽ ഞാനത് പറയാം. മഹേഷ് ഇല്ലാത്ത ദിവസം രാത്രി അവളുടെ റൂമിലേക്ക് ചെല്ലാൻ ഇവൾ എനിക്ക് മെസ്സേജ് അയച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഓഹോ ഇപ്പോഴല്ലേ സത്യങ്ങളൊക്കെ പുറത്തു വന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി അവിടെ ആളാകുക. അപ്പം മോളെ ഇതിൽ ചതിയുണ്ടെന്നും ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷിതി അന്നേരം പറഞ്ഞു. അപ്പോഴേക്കും മഹേഷും മിണ്ടാട്ടം മുട്ടി നിൽക്കുക. പിന്നെ എങ്ങനെയാ നിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് പോയത്, അത് നീ പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം ചോദിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വപ്നവല്ലി പറയുമ്പോൾ ഇത് ന്യായമായിട്ടുള്ള ചോദ്യമാണെന്നും നിന്റെ നമ്പറിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് പോയിരിക്കുന്നതെന്നുള്ള കാര്യം മഹേഷ് ഇഷിതയോട് ചോദിക്കുന്നു. അപ്പോൾ ഇഷിത വല്ലാണ്ടായി. അത് മഹേഷ് എന്നെ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. എൻ്റെ ഫോൺ ഇവിടെ വെച്ച് ഞാൻ മറന്നതാണെന്ന് പറഞ്ഞതല്ലേ എന്ന് ഇഷിത ചോദിക്കുക. അപ്പോഴേക്കും ഇഷിതയ്ക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ഇയാൾ അതെടുത്ത് മെസ്സേജ് ചെയ്തതാണെന്നുള്ള കാര്യം പറഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ തന്നെ ചെയ്തത്, അല്ലെങ്കിൽ അത് വെച്ച് എന്നെ ട്രാപ്പിലാക്കാൻ ഇയാൾ ചെയ്തതാണെന്നുള്ള കാര്യം പറയുമ്പോൾ നീ എപ്പോഴാ നിന്റെ ഫോണിൻ്റെ പാസ്വേഡ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് കൈലാസ് ചോദിക്കുന്നു. അതുകൂടി പറഞ്ഞാലേ നീ പറയുന്നത് സത്യം ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ശരിക്കും ഇഷിതയെ ട്രാപ്പിലാക്കി. അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ ഇഷിതയെ തള്ളി പറയുവാണ് നമ്മുടെ മഹേഷ്. അപ്പോൾ ഇവനിൽ നിന്നൊരു അനുഭവം ഉണ്ടായപ്പോൾ തന്നെ നീ എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല എന്ന് മഹേഷ് ഇഷിതയോട് ചോദിക്കുക കേട്ടോ. അപ്പം നേരെ മറുകണ്ഠം ചാടി ഈ മഹേഷ്. അപ്പോൾ വിനോദ് വന്ന് നിന്നോട് ചോദിച്ചിട്ട് പോലും നീ എന്താ അത് പറയാതിരുന്നത്, നീ അത് പറയാതിരുന്നതിൻ്റെ കാരണം അപ്പോൾ ഇങ്ങനെയാണോ മഹേഷ് എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അന്നേരം ഇഷിത ചോദിച്ചു. ഞാൻ അത്രയ്ക്ക് തരം താഴ്ന്നവളാണോ എന്ന് ഇഷിത മഹേഷിനോട് ചോദിച്ചു. പ്രിയാമണി ഇതൊക്കെ കണ്ടവിടെ നിന്ന് ഇങ്ങനെ കരയുക. മഹേഷിൻ്റെ സ്വരം പറയുന്നത് അത് തന്നെയാണെന്നുള്ള കാര്യം ഇഷിത പറഞ്ഞു. ശരി അങ്ങനെ തന്നെ അത് ആയിക്കോട്ടെ എന്നും ഇഷിത പറയുക. മഹേഷിന് പെങ്ങളെയും അളിയനെയും പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അത് ആയിക്കോളാൻ പറഞ്ഞു ഇഷിത. സ്വപ്നവല്ലി ഒന്നും മിണ്ടുന്നില്ല. സ്വപ്നവല്ലി എല്ലാം ജയിച്ചു എന്നുള്ള രീതിയിലേക്കാം. കുടുംബം തകർന്നു പോകാതെ നോക്കണം. ഞാനാരാ, ഒരന്യായ പെണ്ണാണ്, അവൾക്ക് പരിമിതികളുണ്ടല്ലോ. ഇന്നലെ ഈ വീട്ടിലേക്ക് വന്നവളാണല്ലോ അല്ലേ. വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന ബന്ധമേ ഉള്ളൂ എന്നും ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു,
കൈലാസിനെ ഞാൻ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഇഷിത അങ്ങ് പറയുമ്പോൾ ഇവൻ നിന്ന് പുച്ഛിച്ച് ചിരിക്കുക ഈ കൈലാസ് പറഞ്ഞതാണ് സത്യം, അയാള് നിരപരാധിയാണെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഇഷിത അവിടെ വെച്ച് ഇങ്ങനെ പറയുക കേട്ടോ. മഹേഷിന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ച കുറ്റത്തിന് എന്ത് ശിക്ഷയും എനിക്ക് മഹേഷ് വിധിച്ചോളാൻ പറഞ്ഞു. നിരപരാധി മാത്രം ഒരിക്കലും ശിക്ഷ അനുഭവിക്കരുതെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഇഷിത ഇങ്ങനെ പറയുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കൈലാസ് ജയിച്ചു എന്നുള്ള ഭാവത്തിൽ അവനിങ്ങനെ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുവാണ്. അതുപോലെ തന്നെ സ്വപ്നവല്ലിയും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് മഞ്ജരിക്കും ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് ഇഷിത ഇറങ്ങി പോവുകയും ചെയ്തു. അവിടെ നിന്ന് പ്രിയാമണിയും കൂടെ ഇറങ്ങിപ്പോയി. നിങ്ങളിങ്ങ് വന്നേന്ന് പറഞ്ഞു കൈലാസിനെയും കൂട്ടിക്കൊണ്ട് മഞ്ജരി അകത്തേക്ക് കയറിപ്പോയി. സ്വപ്നവല്ലിയ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ മഹേഷ് അവിടെ തകർന്ന് നിൽക്കുക. ഈ സമയത്ത് അച്ഛൻ ഇഷിതയോട് എൻ്റെ പൊന്നുമോൾ ഒറ്റയ്ക്കിങ്ങ് പോന്നോ എന്ന് ചോദിക്കുക. അച്ഛൻ സ്റ്റേഷനിലേക്ക് വരാൻ ഇറങ്ങുകയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മാഷേ നമ്മുടെ മോളെ അവർ കൊല്ലാക്കൊല ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പ്രിയാമണി പറയാം. മഹേഷുകളെ ഇറക്കിക്കൊണ്ട് വന്നതേ അവൻ്റെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്യാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. ഇനി നമ്മൾ എന്തിന് ജീവിക്കണം മാഷേ എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. നമുക്കെല്ലാവർക്കും കൂടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്രിയാമണി ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴേക്കും അവർ സുകന്യൊക്കെ ഓടി വന്നു. ഇഷുദേച്ചി എന്ത് ചെയ്ത് ഒരു തെറ്റും ചെയ്യാത്ത ചേച്ചിയോട് ആരാ ഈ ചതി കാണിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേ അവരൊക്കെ നിന്നിങ്ങനെ ഭയങ്കര കരച്ചിൽ അമ്മയും അച്ഛനും ഒക്കെ. അപ്പോൾ ഇഷിതേച്ചി ഒന്ന് പറയാൻ പറഞ്ഞു അവർ. ആ സമയം നമ്മുടെ ഇഷിത കല്ലിന് കാറ്റ് പിടിച്ചാൽ നിൽക്കുക. അപ്പം നമ്മളറിയാത്തതായിട്ട് പലതും സംഭവിച്ചു മാഷയെന്നും പറഞ്ഞ് പ്രിയാമണി നടന്ന കാര്യങ്ങളൊക്കെ പറയുക. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കൈലാസ് ചെയ്ത ചതിയല്ല പ്രിയാമണി പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ തെളിയിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അതിനെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു മകള്. അവർ കാണിച്ചതിനൊക്കെ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ എനിക്കൊരു ആങ്ങളയുണ്ടോ എന്ന് ചോദിക്കുക ഇഷിതേച്ചിയുടെ ഭർത്താവാണ് മഹേഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് തന്നെയാണ് സ്വന്തം അളിയനെയും പെങ്ങളെയും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഇഷിത ഇവരോട് പറയുമ്പോൾ ഇവർക്കൊന്നും പറയാനില്ല. മഹേഷിന് ഞാൻ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു രാത്രി എന്നെ ലോക്കപ്പിൽ കിടത്തുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കും ഇവരെല്ലാവരും. ഭാര്യയുടെ മാനത്തിന് വില പറഞ്ഞവനെ വെച്ച് പൊറപ്പിക്കുമെന്ന് ഇഷിത ചോദിക്കുക. മഹേഷിന് എന്നെ വിശ്വാസമില്ല എന്ന് മഹേഷ് പറഞ്ഞെന്നും ഇഷിത പറയുക. വഴിപിഴച്ച പെണ്ണാണ് ഞാനെന്നാണ് മഹേഷ് പറയുന്നതെന്ന കാര്യവും പറഞ്ഞു. ആണുങ്ങളുടെ പിന്നാലെ നടക്കുന്നവളാണ് ഞാനെന്നും മഹേഷിൻ്റെ പെങ്ങളിൻ്റെ ഭർത്താവിനെ വശീകരിച്ചെടുക്കാൻ ശ്രമിച്ചവളെന്നുള്ള പേരൊക്കെ തനിക്ക് കിട്ടിയതായിട്ട് പറഞ്ഞ് ഇഷിത വാവിട്ട് കരഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മോളെ നമുക്കറിയാവുന്നതല്ലേ പ്രിയാമണി. അപ്പോൾ അവളെ കടിച്ചു കയറാൻ വേണ്ടി അവർക്ക് മുന്നിലേക്ക് അവൻ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രിയാമണി എല്ലാം പറയുക. ആദ്യമൊക്കെ അവൻ അവൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അവിടെയും നമ്മുടെ മോളെ കുരുക്കാൻ ഒരു ചതി ആ ദുഷ്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രിയാമണി എല്ലാം പറയുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു വിഷയം എല്ലാം സംസാരിക്കുവാണ്. അതിനുശേഷം അവനെ കൊണ്ട് സത്യം എന്താണെന്ന് നമ്മൾ പറയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പരസ്പരം പറയുക. ഈ ഒരു ചതിക്ക് ആത്മഹത്യ അല്ലാതെ നമ്മുടെ മുന്നിൽ വേറെന്താ വഴിയുള്ളതെന്ന് അച്ഛൻ അമ്മയോട് ചോദിക്കുമ്പോൾ മാഷേ അപ്പോൾ അവന് നമ്മുടെ മോളെ കൈ ഒഴിഞ്ഞാലും ചോദിച്ചു. അപ്പോൾ നമുക്കിനി ആ ബന്ധം വേണ്ട മാഷേ. ഒരുത്തൻ്റെ കയ്യിൽ നമ്മുടെ മകളെ പിടിച്ചു കൊടുത്തത് അവന് അവളെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ. ആ ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ മാഷേ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.